ഇതാ രാവിലെ എണീറ്റപ്പോൾ തന്നെ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഭയങ്കര പണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കറണ്ടും ഇല്ല. അപ്പോൾ രാവിലെ പുറത്തേക്കൊന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല. പുറത്തൊന്നും ലൈറ്റ് ഇല്ലാത്ത കാരണം പേടിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ചായയൊക്കെ ഉണ്ടാക്കാമെന്ന്. ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്. അപ്പോൾ വെള്ളം വരുമ്പോൾ നമുക്ക് അധികം നേരം ചായ ഉണ്ടാക്കാനൊന്നും ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ വേഗം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മധുരമുള്ള ചായ ഒരു പാത്രത്തിലും, അതേപോലെ തന്നെ മധുരമില്ലാത്ത അച്ഛയ്ക്കും അമ്മയ്ക്കും മധുരമില്ലാത്ത ചായ വേറൊരു പാത്രത്തിലും അങ്ങനെ ചായ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റില്ല ഉപ്പുമാവ്. അപ്പോൾ റവ ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനിതാ കുറച്ച് റവ എടുത്ത് വറക്കുന്നുണ്ട്. നന്നായിട്ട് വറക്കണം കേട്ടോ. വറുത്തിട്ട് ഇങ്ങനെ റവ ചുവന്ന് വരുമൊന്നും വേണ്ട, കുറച്ചൊരിത് ചെറുതായിട്ടൊരു നിറം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ച് വറക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പുമാവിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പുമാവ് ഇങ്ങനെ പൊടി പൊടിയായിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. അങ്ങനെ ഇതാ റവ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കറണ്ട് ഇന്ന് മെസ്സേജ് വന്നിരുന്നു കറണ്ട് ഉണ്ടാവില്ല, 9 മണി മുതൽ 5 മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന് മെസ്സേജ് വന്നിരുന്നല്ലേ രാത്രി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര നേരത്തെ തന്നെ പോയോ എന്ന് വിചാരിച്ച്, വരില്ല എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരുന്നിട്ടാണ്. അപ്പോൾ ഫോണിലൊന്നും ചാർജ് ഇല്ല. അപ്പോൾ വേഗം ഫോണിലൊക്കെ ചാർജ് ചെയ്യാന്നൊക്കെ വിചാരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഉപ്പുമാവിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 ഉള്ളി, അതേപോലെ ഒരു 3-4 എരിവിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഞാൻ എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ ഒരു കണക്കൊന്നുമില്ല, നമ്മളിഷ്ടത്തിന് നമുക്ക് എത്ര എരിവ് വേണം, അതേപോലെ പുളി എത്ര വേണം അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതാ ഒരു 4-5 പച്ചമുളകും, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ഉള്ളി, അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും നമ്മളിഷ്ടത്തിനാണല്ലോ. ഓരോ നാട്ടിൽ ഓരോ സ്റ്റൈലിലാണല്ലോ ഓരോന്നും ഉണ്ടാക്കുമ്പോഴും. ചില സ്ഥലത്ത് ഇഞ്ചി ഇടില്ല ഉപ്പുമാവിൽ, അതേപോലെ ചില സ്ഥലത്ത് ക്യാരറ്റ് ഇടില്ല. അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിലേക്ക് ഓരോ ഐറ്റംസിലാണല്ലോ നമ്മൾ ഓരോ എന്തുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചല്ലേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നത്. അപ്പോൾ ആരെങ്കിലും ഇഷ്ടമാവണില്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാനിതാ ഒരു 2-3 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇലയും കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയുന്ന മാതിരി തോന്നും കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി നമ്മൾ ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഒക്കെ വെക്കുകയാണെങ്കിൽ, സെറ്റാക്കി വെക്കുകയാണെങ്കിൽ വേഗം പണി കഴിയുന്നതായിട്ട് തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നും നമുക്ക് പെട്ടെന്ന് അധികം അങ്ങോട്ട് നീറ്റ് പോകുമൊന്നും വേണ്ടല്ലോ. ഞാൻ എപ്പോഴും ഇതുപോലെ ഗ്യാസുമ്മ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അന്നിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കാണും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. പുറത്ത് നല്ല ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ അടുക്കള അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടേക്ക് ബൾബില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് നേരത്തെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഗ്യാസുമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ പുറത്താകുമ്പോൾ പിന്നെ അടുപ്പ് നമ്മളെ സാധനങ്ങൾ അതായത് എന്താ പറയുക, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, നമ്മളെ മുളകും പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്പോൾ ആ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിവിടെ വീണ്ടും കൊടുന്ന് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കുറച്ചൊരു പണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എല്ലാം സെറ്റാക്കിയതിന് ശേഷം അവിടെ അടുപ്പത്ത് അതിൻ്റെ അടുത്ത് അവിടെ ഒരു പലകയുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കും. എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. ആ അടുക്കള പുറത്തുള്ള അടുക്കളയ്ക്ക് ഇങ്ങനെ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം റെഡി ആക്കിയിട്ട്, അതേപോലെ ഈ നമ്മൾ കറി വയ്ക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് തന്നെ നമ്മളെ കയ്യിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് പണിയൊക്കെ എടുക്കാനായിട്ട്, വേഗം പണിയും കഴിയുമല്ലോ. അങ്ങനെ നമ്മളിത് റവ വറുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തേക്ക് റവ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി വെച്ചേക്കണം കേട്ടോ. അത് ആ ചീനച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നാൽ പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി നന്ന് ചെറുതാക്കി അരിയൊന്നും വേണ്ട, ഇങ്ങനെ സ്ലൈസാക്കി അരിയൊന്നും വേണ്ട, കുറച്ചൊരു കട്ടി തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ആ ഉള്ളി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ക്യാരറ്റ് ഉണ്ടായാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ക്യാരറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഉള്ളി
പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ഇഞ്ചി ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി കുറച്ച് വേഗം ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഉള്ളി വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം തിളയ്ക്കുന്നേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഉള്ളി വാടി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കുറച്ചൊരു ഉപ്പ് മുന്തി നിൽക്കണം. അപ്പോഴേ നമുക്ക് റവ വെന്ത് വരുമ്പോൾ ഉപ്പുമാവിൽ ഉപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേശ്ശായിട്ട് റവ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് കുറേശ്ശെ ഇടുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും കുറച്ചിടുക, വീണ്ടും ഇളക്കുക, അങ്ങനെയായിട്ട് നമ്മളാ വെള്ളത്തിന് പാകമായിട്ട് നമുക്ക് അറിയാമല്ലോ എത്ര നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ആദ്യം ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ പേടിയായിരുന്നു. ഈ വെള്ളം ചിലപ്പോൾ ഏറിപ്പോവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ഓരോന്ന് പഠിച്ച് വരില്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ ഇതാ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒപ്പി വെച്ചിട്ട് ഒരു അടപ്പേറ്റ് നന്നായിട്ട് അമർത്തി അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു അടപ്പിട്ട് അടയ്ക്കാൻ നോക്കിയപ്പോൾ ആ അടപ്പ് എനിക്ക് പാകമല്ല. പിന്നെ വേറെ ഒരു അടപ്പെടുത്ത് നോക്കിയപ്പോൾ അതും പാകമല്ല. പക്ഷെ നമ്മളടുത്ത് അത്ര വലിയൊരു അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ അടപ്പ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വേവിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് കട്ടൊക്കെ ഉടച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒന്ന് ഒപ്പി സെറ്റാക്കിയിട്ട് ഒന്നുകൂടി അമർത്തിയിട്ട് നല്ല അമർത്തി അടച്ച് വെക്കണം കേട്ടോ. അമർത്തി വെച്ചിട്ട് പിന്നെ ഒന്ന് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചിങ്ങാണ്ട് അവിടെ അങ്ങനെ അടച്ചിട്ടാൽ മതിട്ടാ. പിന്നെ ആ ചൂട് തന്നെ ഇരുന്നിട്ട് റവ വറുത്തതല്ലേ നന്നായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അധികം ഓവർ വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അടച്ച് വെച്ചാൽ തുറക്കാതെ അവിടെ അടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് തുറന്നാൽ മതി കേട്ടോ. നമ്മുടെ അടപ്പിൻ്റെ കോലം കണ്ടില്ലേ, അത് ഞാനിതുപോലെ കുറേ മുന്നേ നമുക്ക് കുഞ്ഞമത്തി ഉണ്ടല്ലോ, ചെറിയ മത്തി, കുഞ്ഞമത്തി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു നേരിയ തരം മത്തി ഉണ്ടല്ലോ, വലുതല്ല ചെറുതും അല്ലാത്ത ഇടത്തരം മത്തി, അത് ഒരു പ്രാവശ്യം കുറേ കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾ വലിയിക്കുമല്ലോ മീൻ, നമ്മൾ പൊരിക്കാതെ കായൊക്കെ തേച്ചിട്ട് ഒട്ടുചട്ടിയിൽ വാഴൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ വാഴൻ്റെ ഇല വെച്ചിട്ട് പിന്നെ ഈ അടപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ അതിന് നമ്മൾ കനലിട്ടിട്ട്, അതായത് ചകിരീൻ്റെയും ചിരട്ടേൻ്റെയും കനലിട്ടിട്ട് നമ്മൾ നീര് വലിയിച്ചിട്ട് അങ്ങനെ മീൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതേപോലെ ചെയ്തിരുന്നിട്ടാ. ആദ്യമൊക്കെ മിക്കവാറും നമ്മൾ അങ്ങനെ ചെയ്യൽ, വെളിച്ചെണ്ണ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ മീൻ കിട്ടിയാൽ വലിയിക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വലിയിക്കുന്ന സമയത്ത് നമ്മൾ ആ ചട്ടിയുടെ മുകളിൽ വയ്ക്കുന്ന ഒരു തട്ടാണ് കേട്ടത്. അതുകൊണ്ടാണ് തട്ട് അത്ര ഒരു കറുത്ത് ഒരു വൃത്തികേടായിരിക്കുന്നത് കേട്ടോ. നമുക്ക് പിന്നെ ആ വലിപ്പത്തിലുള്ള ഒരു അടപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അടപ്പ് കൊണ്ട് അടച്ചത് കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ വെന്ത് അവിടെ അടച്ചിട്ടിട്ടുണ്ട്, ഗ്യാസൊക്കെ ഓഫാക്കി. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ, നല്ല മഞ്ഞാണ് ഇവിടെ. 7 മണിയായാലും നല്ല മഞ്ഞാണ് കേട്ടോ. പാടത്തിൻ്റെ ഏരിയ ആയ കാരണം ഈ അലർജി ഉള്ള കാരണം നേരത്തെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ. ഈ മഞ്ഞ് കൊണ്ട് പിന്നെ തുമ്മി കഴിഞ്ഞാൽ പിന്നെ തുമ്മൽ നിൽക്കില്ല, പിന്നെ ആ ഒരു ദിവസം മൊത്തം തുമ്മലും. അപ്പോൾ അത് കാരണം ഞാൻ മിക്കവാറും ഈ അധിക നേരത്തെ പുറത്തേക്ക് ഇറങ്ങലില്ല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് മഞ്ഞൊക്കെ മാറിയതിന് ശേഷമേ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങലുള്ളൂ. അതുവരെ ഉള്ളിലൊക്കെ ഉള്ള പണികളൊക്കെ ആയിട്ട് നടക്കലാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ ആ മഞ്ഞൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടായിരുന്നു. അതാ പാടത്തിൽ നല്ല മഞ്ഞാണ് കേട്ടോ. പിന്നെ ഞാനിത് അവിടുന്ന് മുറ്റടിക്കാനായിട്ട് വന്ന്, അങ്ങനെ നമ്മൾ കുറച്ച് മുൻഭാഗത്ത് കുറച്ച് മുറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ മുറ്റൊക്കെ അടിച്ച് അവിടെ തന്നെ അടിച്ച് കൂട്ടിയതിന് ശേഷം അവിടെ തന്നെ വാരിയിട്ട് നമ്മളെ ഒരു പറമ്പിൻ്റെ ഒരു മൂലയെ കൊണ്ട് കൂട്ടുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ ശനിയോ ഞായറോ ഒഴിവുള്ള ദിവസങ്ങളിൽ, വെച്ചാൽ അങ്ങനത്തെ ഒഴിവല്ല, ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒന്നിച്ച് കൂട്ടി കത്തിക്കുകയാണ് കേട്ടോ ചെയ്യുക, ചമ്മലൊക്കെ കൂടി. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വരില്ല, ഹരിത കർമ്മസേന അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ മുറ്റം അടിച്ച് വന്നപ്പോഴേക്കും ഇതാ വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിക്കണം കേട്ടോ വെള്ളം വരാനായിട്ട്. അപ്പോൾ അതാ വെള്ളം വന്ന് നമ്മൾ ഈ വലിയ ഡ്രമ്മയ്ക്ക് നമുക്ക് ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് കയറൂല കേട്ടോ, സ്പീഡ് കുറവാണ് വെള്ളം.
അപ്പോൾ നമ്മൾ താഴത്ത് ചെറിയ ബക്കറ്റിക്ക് ഞാൻ ഇതുപോലെ ഓസ് ഇട്ട് വെച്ചിട്ട് അത് നിറയുമ്പോൾ അതിൽ നിന്ന് മുക്കിയിട്ട് ഈ ഡ്രമ്മിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് ആദ്യം നിറച്ച് വെച്ച് പിന്നെ കുളിമുറിയിൽ നിറച്ച് കക്കൂസിൽ നിറച്ച് അതേപോലെ തന്നെ കുറച്ച് ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ ബക്കറ്റുകളിലൊക്കെ നിറച്ച് പിന്നെ വെള്ളം നിൽക്കുമ്പോഴേക്കും വേഗം കുളിക്കലും തിരുമ്പലൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസത്തെ വെള്ളം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ഒരു ദിവസം നോക്കിയാൽ മതിയല്ലോ. ഒന്നരാടമുള്ള നമ്മളെ വീട്ടിൽ വെള്ളം വരിക. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം വരുന്ന ദിവസങ്ങൾ വേഗം നമ്മൾ പായലുള്ളതും നമ്മളെ കിടക്ക വിരി പായത്തതും പുതപ്പും അങ്ങനെയുള്ളതൊക്കെ തിരുമ്പി കഴിഞ്ഞാൽ പിന്നെ നല്ല നാളെ പിന്നെ അധികം വെള്ളത്തിൽ ചിലവുണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം തിരുമ്പലൊക്കെ കഴിച്ച് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കാനും പിന്നെ ഇതാ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ കഴുകാനായിട്ട്. കുറച്ച് തലേന്ന് രാത്രിയുള്ള കുറച്ച് പാത്രമുണ്ട്. പിന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഞാനിതാ ഈ അമ്മിത്തറയമ്മ വെച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകുക. ഇവിടെ ആദ്യമൊക്കെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒരു ചാക്ക് ഇട്ടിട്ട് അവിടെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കഴുകൽ. അവിടെ പല കെട്ടിയിരുന്നിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ പല കെട്ടിയിരുന്ന് പാത്രം കഴുകുമ്പോൾ നമ്മളെ അടുത്തുള്ളവരൊക്കെ പിന്നെ കളിയാക്കും കേട്ടോ. ഈ എന്തെങ്ങനെ പാത്രം കുമ്പിട്ടിട്ടല്ലേ പാത്രം കഴുകേണ്ടത്, എന്താണ് ഇപ്പോൾ പലകെട്ട് വന്നിരുന്നിട്ട് കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും കേട്ടോ. അന്നൊക്കെ ഈ ഊരവേദനേൻ്റെ പ്രശ്നം തുടക്ക സമയമായിരുന്നു. പക്ഷെ എന്നാലും കളിയാക്കിയാൽ ഞാൻ ചിലപ്പോൾ ഒരു എന്താ വിചാരിക്കുക വെച്ചിട്ട് ചിലപ്പോൾ പലകെട്ട് ഇരിക്കാതെ ഞാൻ കുമ്പിട്ടിട്ടൊക്കെ ഇങ്ങനെ പാത്രം കഴുകും കേട്ടോ. പിന്നെ അങ്ങനെ കഴുകി പിന്നെ എനിക്ക് തീരെ വയ്യാത്ത സമയമായപ്പോഴാണ് പിന്നെ ഞാൻ ഈ അമ്മിത്തറയമ്മ വെച്ചിട്ട് പാത്രം കഴുകാനായിട്ട് തുടങ്ങി കേട്ടോ. നമ്മൾ പിന്നെ ഈ അമ്മിയും അധികം അരയ്ക്കലൊന്നുമില്ല, മിക്സിയിലാണ് അധികം അരയ്ക്കൽ. വല്ലപ്പോഴും കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ മാത്രമേ ഈ അമ്മിയും അരയ്ക്കുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കൽ. അപ്പോൾ ഈ അമ്മിത്തറയമ്മ ഇതേപോലെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വന്നിട്ട് കഴുകി അമ്മിയൊക്കെ വന്നിട്ട് കഴുകിയിടും കേട്ടോ. ഇത് നമ്മൾ അടുക്കളയുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അടുക്കളയുടെ അടുപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മഴക്കാലത്തൊക്കെ തുണിയൊക്കെ തോരണ്ട കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടി കുറച്ചൊക്കെ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ പാത്രങ്ങളൊന്നുമില്ല, ഇതുപോലെ ചെറിയ പാത്രങ്ങളൊക്കെ ഉള്ളൂ. ഇനി പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ വേണം കുറച്ചൊക്കെ വലിയൊരു ഡ്രമ്മൊക്കെ മേടിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ വെള്ളം നിറച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മളെ താത്ത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താത്ത ഇതാ നമ്മളെ എൻ്റെ അപ്പുറത്ത് ക്യാമറേൻ്റെ അപ്പുറത്ത് സൈഡിൽ നിന്നിട്ട് ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് കട്ടാക്കിയത് കേട്ടോ. അപ്പോൾ താത്ത വന്നിട്ട് ചോദിക്കുകയാണ് വെള്ളം എടുത്തേക്ക് കഴിഞ്ഞിട്ട് ചായ കടിയൊക്കെ ആയപ്പോൾ ചോദിച്ചു കുറച്ചൊക്കെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ പണിയൊക്കെ കഴിഞ്ഞ് മോന് സ്കൂളിലൊക്കെ പോയതിന് ശേഷം ആണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഓരോട് വർത്താനം പറയുന്നുണ്ട്, അതേപോലെ തന്നെ വെള്ളം എടുത്തേക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേന് ഇതാ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കുളിച്ച് വന്നിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അവർക്ക് ചായ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതാ ഉപ്പുമാവ് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇവിടുന്ന് പോയിരുന്നല്ലോ. അപ്പോൾ വിളമ്പാൻ നേരത്ത് ഇത് അതുപോലെ ഇങ്ങനെ കട്ട ഉടച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉപ്പുമാവ് എടുക്കാനായിട്ട്. അതിങ്ങനെ നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് കട്ട ഉടച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചായ കൊടുത്തതിന് ശേഷം അവർക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കൽ. ചില ദിവസങ്ങളിൽ ഞാൻ കുളിച്ചിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര വിശപ്പ് തോന്നിയപ്പോൾ പിന്നെ
പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കൽ. ചില ദിവസങ്ങൾ നമ്മളെ വീട്ടിൽ പൂച്ചക്കുട്ടി ഉണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഏട്ടൻ്റെ കൂടെ ഇരിക്കലുണ്ട്. ഇന്നിപ്പോൾ ഏട്ടനും അമ്മയും അച്ഛനും കൂടെ ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം എടുത്തേക്കുന്ന കാരണം പിന്നെ എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു രാവിലത്തെ കുറച്ച് നേരത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി നന്ദി.